സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? എൻ്റെ ഫുൾ നെയിം തുളസീധരൻ നായർ എന്നാണ്. അത് തുളസി എന്ന് വിളിക്കും. സിനിമയിലും കലാരംഗത്തും കൊല്ലം തുളസി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അപ്പൊ ആ പേര് വരുത്തിയ വിനകൾ എനിക്ക് ഒരുപാടുണ്ടായി. ഒരുപാട് ഒരു വലിയൊരു ഇൻസ്പെക്ടർ ബലറാമിൻ്റെ ഫംഗ്ഷൻ നടക്കുമ്പോൾ കോഴിക്കോട് മമ്മൂട്ടി ഞങ്ങളെല്ലാവരുടെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവതാരിക വന്ന് പരിചയപ്പെടുത്തിയത് അടുത്തതായിട്ട് മലയാളത്തിലെ പ്രശസ്ത സിനിമാ നടി ശ്രീമതി കൊല്ലം തുളസിയെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രീമതി എല്ലാം ചിരിച്ചപ്പോൾ ഞാൻ മമ്മൂട്ടിയോട് താൻ എന്നാടോ വെണ്ണായെന്ന് ഞാൻ ചോദിച്ചു. ഞാനും പോയി പറഞ്ഞു ഞാൻ ശ്രീമതി അല്ല, അവതാരക വിളിക്കും, അവതാരക ഞാൻ ശ്രീമതി അല്ല, വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്നെ അറിയണ്ടേ, അവർ അവതാരക അറിയണമല്ലോ. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലകൊണ്ടും പേരുകൊണ്ട് പെണ്ണാണെന്ന് ഉദ്ദേശിച്ച സിനിമയിൽ എനിക്ക് വലിയ പരിഗണന എന്ന സ്ഥലമുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവസാനം പരിഗണന കിട്ടും. പെണ്ണല്ലെന്ന് അറിഞ്ഞപ്പോൾ എന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ട സംഭവമുണ്ട്. അതൊക്കെ രസമായ കാര്യങ്ങളാണ്. പണ്ടൊരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. അപ്പോൾ പക്ഷേ എക്സിക്യൂട്ടീവ് വരുന്നു, പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു, അഡ്വാൻസ് കൊടുത്ത്. അന്ന് എനിക്ക് അഡ്വാൻസ് ഒന്നും തരുന്ന സമയമല്ല. അപ്പം അഡ്വാൻസ് ഞാൻ വാങ്ങിക്കുന്നു. മധ്യസ്ഥ വഹിച്ചെങ്കിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു, നീ എന്നെ കച്ചാക്കി കളഞ്ഞു. അഡ്വാൻസ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഉടനെ ചെന്ന് റൂമിൽ പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു AC റൂമെന്ന് എനിക്ക് തന്നു. ഞാൻ AC റൂമെന്ന് അന്ന് എനിക്ക് അനുവദിച്ച് കിട്ടിയ സമയമല്ലായിരുന്നു. അവസാനം മുറി വന്നു, കുറവും കഴിഞ്ഞാൽ വേറൊരു വന്ന് ചോദിക്കുന്നു, സാർ ആഹാരം എന്താ വേണം, സാധനം എന്ത് വേണം? കരിമീൻ പൊള്ളിച്ചതും അതും ഇതെല്ലാം ആയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അത് വരുന്നു. ഒരു പൈൻ്റെ മദ്യവും ഉണ്ട്, അതും വന്നിരിക്കുക. അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും, കഥ അടക്കയല്ലെന്നും പറഞ്ഞു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് വേറെ ഈ ദുശ്ചിന്തയൊന്നും പോയില്ലല്ലോ. അവസാനം ഞാൻ ശാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാൾ എടുത്ത് 2 ബെഗുമൊക്കെ കഴിച്ചു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ക്ഷീണമുണ്ട്. തിരുവനന്തപുരത്ത് ക്ഷീണം കിടന്ന് പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി. കഥ ഇറങ്ങി ഇങ്ങനെ വന്നു. ഞാൻ ചരിഞ്ഞ് കിടക്കുക. എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. ഇത് തന്നെ പതുക്കെ തടവാൻ തുടങ്ങി. ഞാൻ തടവി എവിടേക്കോ അവിടെ ഇവിടെയൊക്കെ തടവി വന്നപ്പോൾ അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന്. തനിക്കൊരു ജെട്ടിട്ടുടോ? പെണ്ണല്ലെന്ന് മനസ്സിലായി. അങ്ങേരുടനെ പോയി ലൈറ്റ് ഇട്ടപ്പം ആരാ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി? ഞാൻ പറഞ്ഞു അതെ. ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം, താൻ ആരാണ്. പ്രൊഡ്യൂസറെ വിളിച്ച് എന്നിട്ട് ആ പ്രൊഡ്യൂസറെ പ്രൊഡക്ഷൻ മാസ്റ്റർ ഇവനെ പിടിച്ച് താഴെ 105 കൊണ്ടിട്ട് കൊണ്ടിട്ടേക്ക് കൊല്ലം തുളസിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറഞ്ഞു? പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ AC റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.